ഈ മുന്തിരി നല്ല മഴക്കാലത്തൊക്കെയാണ് ഉണ്ടാവുന്നതെങ്കിൽ ഭയങ്കര പുളിപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇതിന് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. എന്നാലും ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഈ അടുത്ത് കണ്ട 2-3 വീഡിയോയിൽ ഈ മുന്തിരി ഉപ്പിലിട്ടും ചമ്മന്തി അരച്ചുമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ എന്തുകൊണ്ടിത് മീനിലൂടെ ഇട്ടുകൂടാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു കടുംകൈക്ക് ഇറങ്ങിയത്. ഞാനിത് വെച്ചിട്ട് മീൻ പീരയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് കുഞ്ഞൻ ചാളയാണ്. ഇനി മുന്തിരി ഒന്ന് കഴുകി കുരുത ഇതുപോലെ ഒന്നങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ഞാൻ മുന്തിരി എടുത്തപ്പോൾ ഇത്തിരി ഒന്ന് കൂടിപ്പോയിട്ടുണ്ട്. 2 കൈപ്പിടി എടുത്താൽ മതിയായിരുന്നു. നല്ല പുളി ഉള്ളതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുരു കളഞ്ഞെടുത്ത മുന്തിരി മീനിലോട്ടിട്ട് കൂടെ തന്നെ ഒരു 10-12 ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ 10-12 കാന്താരി മുളകും കൂടെ ചതച്ചങ്ങ് മീനിലോട്ട് ഇട്ട് കൊടുക്കും. ഇനി മിക്സിയുടെ ജാറിൽ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയും അതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്നങ്ങ് ചതച്ചെടുക്കാം. ഇനി തേങ്ങ ചതച്ചത് കൂടെ മീനിലോട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും ആ മിക്സിയുടെ ജാറിൽ തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൈകൊണ്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ അടപ്പൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്നും അധികമായിട്ട് ഇളക്കാതെ ഇതുപോലൊന്നങ്ങ് ചുറ്റിച്ചു കൊടുക്കാം. അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് ഇറക്കി വയ്ക്കാം. സംഭവം വിചാരിച്ച പോലൊന്നും അല്ല കേട്ടോ. നമ്മൾ ഈ ഇരുമ്പൻ പുളിയൊക്കെ വെച്ചിട്ട് പീര വയ്ക്കാറില്ലേ, അതുപോലെ തന്നെ ആയിരുന്നു ഇതിൻ്റെ ഒരു ടേസ്റ്റ്.